അതുകൊണ്ട് നിങ്ങൾ ഒരു പിതാവിന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അലാ ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യ. നിങ്ങളിൽ അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, നിങ്ങളിൽ അനറബിക്ക് അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. എന്തുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ മുന്നിൽ അറഫയ്ക്ക് ഇത്ര വലിയ പ്രത്യേകതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി 22 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അറഫ, ഏകദേശം 11 കിലോമീറ്ററുകളോളം ചുറ്റളവുകളാണ് അറഫ എന്ന് പറയുന്ന പ്രദേശത്തിനുള്ളത്. ദുൽഖഅദ് 25 ശനിയാഴ്ച ളുഹുർ നിസ്കരിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര തുടങ്ങുന്ന സമയത്ത് 23 വർഷക്കാലത്തെ തൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മദീനയിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 1,30,000 ആയിരുന്നു. ഒരു കാലത്ത് സിദ്ദീഖ് തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മാത്രം കഅബയുടെ ചാരത്ത് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന ആ സ്ഥാനത്താണ് 1,30,000 വരുന്ന സ്വഹാബത്തുമായി പുറപ്പെടുന്നത്. എന്നാൽ ഈ എണ്ണത്തിന്റെ പുറമെയാണ് വഴിമധ്യയിൽ നിന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഹജ്ജിന് വേണ്ടി ചേർന്നവരുടെ എണ്ണം ഉൾപ്പെടുത്താതെയാണ് 1,30,000 ആളുകളുമായി അറഫയിലേക്ക് പ്രവേശിക്കുന്നത്. അറഫയിലേക്ക് എത്തുന്നതിന് മുമ്പ് ദുൽഹുലൈഫയിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ കാണാൻ വേണ്ടി ചെറിയൊരു കുന്നിന്റെ മുകളിൽ കയറുന്നുണ്ട് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന് കാണാൻ കഴിഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4 ഭാഗങ്ങളിലായി അറ്റമില്ലാത്ത ജനങ്ങളെയാണ് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് കാണാൻ കഴിഞ്ഞത്. കാരണം അത്രയ്ക്കും ജനങ്ങളെ കൊണ്ട് നിബിഡമായിരുന്നു അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ അറഫയോട് ചാരി നിൽക്കുന്ന ഉയർന്ന സ്ഥലമായ വാദി ഉർനയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറി. എന്നിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക്, ലോകത്ത് ഈ ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യരെയും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. 23 വർഷക്കാലം കൊണ്ട് എന്താണ് താൻ ഈ സമുദായത്തിൽ ഉണ്ടാക്കിയെടുത്തത് എന്നതിൻ്റെ ഏറ്റവും വലിയ മാനവികതയുടെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സകലമാന അനീതികളെയും കുഴിച്ചു മൂടിയിട്ടുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ലോക ജനതയെ ഉയർത്തിയ മാനുഷിക മൂല്യങ്ങൾ മൃതിയടഞ്ഞു പോയ മാനവ മനസ്സുകളുടെ മനഹൃദയങ്ങളിൽ മാനവികതയുടെ നിറദീപം കൊടുത്തിക്കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രഭാഷണത്തിലേക്ക് കടന്നു. ആ പ്രഭാഷണം പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അറഫയിൽ വെച്ചുകൊണ്ട് പ്രഭാഷണം നടന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. മക്കയിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ഇടത്തിന് ധാരാളം സ്ഥലങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അറഫ എന്ന് പറയുന്ന പുണ്യഭൂമിയെ തിരഞ്ഞെടുത്തു? കാരണങ്ങളുണ്ട്. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹയും കണ്ടുമുട്ടിയ സ്ഥലം എന്ന് പറയുന്നത് പരിശുദ്ധമായ അറഫയാണ്. എന്ന് വെച്ചാൽ ആദ്യമായി 2 മനുഷ്യർ കണ്ടുമുട്ടിയ ഇടമാണ് അറഫ. അതുകൊണ്ട് തന്നെ മനുഷ്യരോടുള്ള സംസാരം നടത്തേണ്ടത് ആ ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിക്കുകയാണ്. അതുമാത്രമല്ല, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലിയർപ്പിക്കണം എന്നതുമായി ബന്ധപ്പെട്ട സ്വപ്ന ദർശനം സംഭവിക്കുന്നതും അറഫയിൽ നിന്നുകൊണ്ടാണ്. അള്ളാഹുവിന്റെ അടിമ പരിപൂർണമായി അള്ളാഹുവിലേക്ക് വണങ്ങിയ, അള്ളാഹുവിന് കീഴ്പ്പെട്ടു കൊടുത്ത ഭൂമിയാണ് അറഫ. ഈ വിശേഷണങ്ങളൊക്കെ സംഗമിക്കുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ചരിത്രത്തിൽ ധാരാളം മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം അറഫ പ്രഭാഷണത്തെ വ്യത്യസ്തമാക്കാനുള്ള കാരണം എന്താണ്? പൂർണ്ണമായ ഒരു സമത്വ സുന്ദര നാടിനെയും സമൂഹത്തെയും നിർമ്മിച്ചതിന് ശേഷം എൻ്റെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ആദർശമെന്നും ആശയമെന്നും ലോകത്തിന്റെ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഉട്ട്യോപ്യൻ സമവാക്യങ്ങൾക്ക് കിടപിടിക്കുന്ന രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫ പ്രഖ്യാപനം.
1215 നിലവിൽ വന്ന ചാർട്ട് ഓഫ് മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട്. യൂറോപ്പ് കാണുന്ന ആദ്യത്തെ മനുഷ്യാവകാശ നയരേഖയാണത്. യൂറോപ്യൻ കാലങ്ങൾ യൂറോപ്പിലെ മനുഷ്യർ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായി കൊണ്ടാടി. എന്നാൽ ആ പ്രഖ്യാപനത്തെ കുറിച്ച് പ്രമുഖ പാശ്ചാത്യ പണ്ഡിതനായ ഹെൻറി മാഷ് രേഖപ്പെടുത്തി വെച്ചു, ദ മാഗ്ന കാർട്ട വാസ് നോ മോർ റാദർ ദാൻ എ ചാർട്ടർ ഓഫ് ലാൻഡ് ലോർഡ്സ് ആൻഡ് ഫ്യൂഡൽ. എന്ന് വെച്ചാൽ ഫ്യൂഡലുകളുടെയും ഭൂവുടമകൾക്കും വേണ്ടി അവർക്ക് ഫേവറബിളായ, അവർക്ക് അനുകൂലമായ ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു അന്ന് നടന്നിരുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ്. എന്നാൽ പ്രവാചകന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് അത് ജന്മികൾക്ക് വേണ്ടിയല്ല, അത് പാവപ്പെട്ടവന് വേണ്ടിയല്ല, പട്ടിണി കിടക്കുന്നവനോ പട്ടിണി ഇല്ലാത്തവന് വേണ്ടിയോ അല്ല, ഉടുക്കുന്നവനോ ഉണ്ണുന്നവനോ വേണ്ടിയല്ല, മറിച്ച് എല്ലാ മനുഷ്യർക്ക് വേണ്ടിയിട്ടുമായിരുന്നു അവിടുത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായി ഐക്യരാഷ്ട്ര സംഘടന നടത്തി 1948 ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR എന്നറിയപ്പെടുന്ന ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആ പ്രഖ്യാപനത്തെ ലോകത്തിന്റെ എവിടെയാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത്? അങ്ങനെ നടപ്പിലാക്കുമായിരുന്നെങ്കിൽ ഫലസ്തീനിൽ ഒരു കുഞ്ഞു പോലും പട്ടിണി കിടന്നു മരിക്കില്ലായിരുന്നു. ആയിരങ്ങളുടെ ജീവിതം ഫലസ്തീനെ തെരുവോരങ്ങളിൽ വിടില്ലായിരുന്നു. വെറുതെ പ്രഖ്യാപനം നടത്തി. എവിടെയും അത് നടപ്പിലാക്കാനുള്ള അധികാരമില്ല, സ്വാധീനമില്ല. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലാതിവർത്തിയായ രീതിശാസ്ത്രത്തിന്റെ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രഭാഷണം ആരംഭിച്ചു. തന്റെ പ്രഭാഷണം തുടങ്ങുന്നത് അയ്യുഹന്നാസ് എന്നുള്ള പ്രഖ്യാപനത്തിലൂടെയാണ്. എന്താണ് അയ്യുഹന്നാസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഓ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ എന്ന് വെച്ചാൽ ഓ എന്റെ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ എന്നുള്ളതല്ല പ്രവാചകന്റെ അഭിസംബോധന. അയ്യുഹന്നാസ്, ലോകത്തോടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നത്. ഇസ്മഉ ഖൗലി, നിങ്ങൾ എന്റെ വാക്കുകൾ നന്നായി കേൾക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് കേൾക്കണം. ഇതിനു ശേഷം നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് എൻ്റെ ഈ പ്രസംഗത്തെ നിങ്ങൾ നന്നായി കേൾക്കുക, നിങ്ങൾ നന്നായി പഠിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്നത് സാധാരണ ഭാഷണമല്ല, ഇത് വിടവാങ്ങൽ പ്രസംഗമാണ്. ഇനി അറഫയിൽ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാകും എന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. യാത്രയ്ക്കുള്ള സമയമായി എന്ന് രത്ന ചുരുക്കം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് നിർബന്ധമാക്കിയിട്ട് ആകെ നിർവഹിച്ച ഒരേ ഒരു ഹജ്ജാണ്. ആ ഹജ്ജിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രഭാഷണം നടത്തുന്നത്. വിടവാങ്ങലിന്റെ സ്വരം, വേർപാടിന്റെ നൊമ്പരം, തേങ്ങൽ, ഇതെല്ലാം സമ്മേളിച്ചുകൊണ്ടാണ് സ്വഹാബത്ത് ഈ പ്രസംഗം കേൾക്കുന്നത്. സിദ്ദീഖ് തങ്ങളുടെ നയനങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇടറാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വഹാബത്ത് മുഴുവനും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പറഞ്ഞ വാചകം ഇനി നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ ഒരു പക്ഷെ ഞാനില്ലായിരിക്കും എന്നുള്ളതാണ്. ഇനിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരോട് ചില പ്രഖ്യാപനം നടത്തുന്നത്. അയ്യുഹന്നാസ്, ഓ എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, ഇന്ന ദിമാഅക്കും വഅംബാലക്കും വഅഅറാലക്കും അലൈക്കും ഹറാമുൻ കഹുറുമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? ജനങ്ങളെ, ഈ ദിവസത്തിന്, ഈ മാസത്തിന്, നിങ്ങളുടെ പവിത്രമായ ഈ നഗരത്തിന് അഥവാ മക്ക എന്ന് പറയുന്ന നഗരത്തിന് എത്രമാത്രം പവിത്രതയുണ്ടോ അത്രമാത്രം പവിത്രത നിങ്ങളുടെ മുതലുകൾക്കുണ്ട്, അത്രമാത്രം പവിത്രത നിങ്ങളുടെ രക്തത്തിനുണ്ട്, നിങ്ങളുടെ സ്വത്തുകൾക്കുണ്ട്, നിങ്ങളുടെ അഭിമാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം ധ്വംസിക്കുന്നത് ഞാനും നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ തമ്മിലടിക്കാൻ പാടില്ല, നിങ്ങൾ കലഹിക്കാൻ പാടില്ല, നിങ്ങളെല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായി നിങ്ങൾ യുദ്ധം ചെയ്തുകൂടാ. ചെറിയ ചെറിയ തർക്കത്തിന്റെ പേരിൽ അയൽപക്കത്തേക്ക് യുദ്ധം ചെയ്യുന്ന ഒരു സമൂഹത്തോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇനി നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, നിസാര കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരു മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യം മനസ്സമാധാനമാണ്. എന്താണ് മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ? ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഫലസ്തീനികൾക്കില്ലാതെ പോയത് അതാണ്.
ഇന്ന് ഇറാൻ ജനതയും അമേരിക്കയുടെ വ്യത്യസ്തങ്ങളായ നരനായാട്ടുകൾക്ക് മുന്നിൽ പല ലോക രാജ്യങ്ങൾക്കും ഇന്ന് ഇല്ലാതെ പോകുന്നതും ഈ മനസ്സമാധാനമാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് മേലിൽ ഇനി മുതൽ നിങ്ങൾ തർക്കിക്കാൻ പാടില്ല, ഇനി നിങ്ങൾ യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ പാടില്ല. എല്ലാ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാമത് പറയുന്നു, അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബകും വാഹിദ് വ ഇന്ന അബാകും വാഹിദ്. നിങ്ങളെല്ലാം ഒരു രക്ഷിതാവിൽ നിന്നുള്ള മനുഷ്യരാണ്, അടിമകളാണ്. നിങ്ങളുടെ ഉപ്പ എന്ന് പറയുന്നത് ആദമാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു പിതാവിന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അലാ ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യ. നിങ്ങളിൽ അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, നിങ്ങളിൽ അനറബിക്ക് അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാ ലി അഹ്മറ അലാ അസ്വദ് വലാ അസ്വദ അലാ അഹ്മറ ഇല്ലാ ബിതഖ്വ. നിങ്ങളിൽ കറുത്തവന് വെളുത്തവനേക്കാൾ സ്ഥാനമില്ല, നിങ്ങളിൽ വെളുത്തവന് കറുത്തവനേക്കാളും സ്ഥാനമില്ല. നിങ്ങളിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സ്ഥാനങ്ങളെ അടയാളപ്പെടുത്താനുണ്ടോ? ഇല്ലാ ബിതഖ്വ, അത് തഖ്വ കൊണ്ട് മാത്രമാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിറത്തിന്റെ പേരിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. നിങ്ങളുടെ ഭാഷയുടെ പേരിൽ, നിങ്ങളുടെ സംസ്കാരത്തിന്റെ പേരിൽ, നിങ്ങളുടെ ജാതി, വർണ്ണം, വർഗം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ സംസ്കാരം, ഇതിന്റെ പേരിലൊന്നും ഒരാളോടും നിങ്ങൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയാണ്. മനുഷ്യരെല്ലാവരും ഒരു പിതാവിന്റെ മക്കളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ അടിമകളെ പീഡിപ്പിക്കാൻ പാടില്ല. ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. ലോകത്ത് അതിമനോഹരമായ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കിയത് പരിശുദ്ധ ഇസ്ലാമാണ്. മക്കയിലേക്ക് വരുന്ന മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അടിമയായിരുന്നല്ലോ, നീഗ്രോ വർഗത്തിൽപ്പെട്ട ആളായിരുന്നല്ലോ. ആ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിൽക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നത് സയ്യിദുനാ ബിലാൽ എന്നാണ്. എന്താണ് സയ്യിദുനാ ബിലാൽ എന്ന പദത്തിന്റെ അർത്ഥം? സയ്യിദുനാ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ നായകരായ, ഞങ്ങളുടെ നേതാവായ ഓ ബിലാലെ എന്നുള്ളതാണ്. അടിമയായ കറുത്തവനായ ഒരു മനുഷ്യനെ പിന്നീട് ഇസ്ലാമിന്റെ ഭരണാധികാരി എന്റെ നേതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയതെങ്കിൽ അതാണ് കറുപ്പിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ ഫലം. അതാണ് അടിമത്തത്തിനെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ മാനവികതയ്ക്ക് വേണ്ടി ശബ്ദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പരിശുദ്ധ ഖുർആനും അത് ഓർമ്മപ്പെടുത്തിയല്ലോ, വഖ്തിലാഫി അൽസിനതികും ബഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽ ആലമീൻ. നിങ്ങൾ വ്യത്യസ്ത ഭാഷകൾ പറയുന്നത്, നിങ്ങൾ വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ഇതിന്റെ എല്ലാം താല്പര്യം എന്ന് പറയുന്നത് തിരിച്ചറിവുകൾക്ക് വേണ്ടിയാണ്, കമ്മ്യൂണിക്കേഷൻസ് എളുപ്പമാകുന്നതിന് വേണ്ടിയാണ്. അതല്ലാതെ ഏതെങ്കിലും രൂപത്തിലുള്ള വേർതിരിവുകൾ സംഗമിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും സംവിധാനിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൽപ്പിക്കുകയാണ്, ഇനി ഒരിക്കലും നിങ്ങൾ വർണ്ണ വിവേചനത്തോടു കൂടി ജീവിക്കാൻ പാടില്ല. ഞാൻ ഈ സംസാരിക്കുന്ന കാലത്ത് പോലും അമേരിക്കയിൽ ഇന്നും വർണ്ണവിവേചനം നടക്കുന്നുണ്ട്. കറുത്തവനെ മാറ്റി നിർത്തുന്നുണ്ട്, വെളുത്തവന് വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ പോലും പലപ്പോഴും അധസ്ഥിര വിഭാഗത്തോട് ഒരു വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശാലമായ പ്രഭാഷണത്തിന്റെ ഏതാനും ശകലങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു വചനമാണ്. ഫത്തഖുല്ലാഹ ഫിന്നിസാ. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ, നിങ്ങളുടെ സഹോദരിമാരുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇന്ന് വ്യത്യസ്തങ്ങളായ മൂവ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെൺകുഞ്ഞാണ് ജനിച്ചതെങ്കിൽ ആ പെൺകുഞ്ഞിനെ ജീവനോടുകൂടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്ത്രീകൾ എന്ന് പറയുന്നത് ഫഇന്നകും നഖദതുമൂഹുന്ന ബിഅമാനത്തില്ലാ, നിങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ച അമാനത്താണ്. അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് താമസം കൊടുക്കണം, അവർക്ക് സംരക്ഷണം ഒരുക്കണം, അവർക്ക് വേണ്ടതെല്ലാം നൽകണം എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയധികം സംസാരിച്ച വേറെ ഏതൊരു നേതാവാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും?
കഴിയുന്നത് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മനോഹരമായ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇനിയും ആ പ്രഭാഷണത്തെ കുറിച്ച് പറയാനുണ്ട്. മണിക്കൂറുകൾ സംസാരിച്ചാൽ പോലും റസൂലുള്ളാഹിയുടെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഏറ്റവും അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രഭാഷണം നിർത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പദമുണ്ട്. എന്താണ് ഉപയോഗിക്കുന്ന പദം? നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ ഇവിടെ എത്തിച്ചേരാത്ത ആളുകളിലേക്ക് ഈ ആശയത്തെ കൈമാറ്റം ചെയ്യുക. ആ കൈമാറ്റമാണ് ഇന്ന് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന് വേണ്ടി പ്രഖ്യാപിച്ച ഈ സകല പ്രഖ്യാപനങ്ങളും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് കാനിരക്കാടന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, ഒരു അറഫയിലേക്ക് കൂടി നമ്മൾ സംഗമിക്കുകയാണ്. അതിമഹത്തരമായ ദിവസങ്ങളാണ് വരുന്നത്. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂല്യങ്ങൾ എന്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഭാര്യമാരോട് മാന്യമായി പെരുമാറുക. മറ്റേ നമ്മുടെ കൂടെയുള്ള ഒരാളെ, നമ്മുടെ അയൽവാസിയായിക്കോട്ടെ, പ്രായം ചെന്ന ആളായിക്കോട്ടെ, കുട്ടിയായിക്കോട്ടെ, ഒരാളുടെ അഭിമാനത്തെ നമ്മൾ വ്രണപ്പെടുത്താൻ പാടില്ല. എല്ലാവരോടും സൗമ്യമായി സംസാരിക്കുക, സൗമ്യമായി പെരുമാറുക, വളരെ മനോഹരമായി അവരോട് മിണ്ടുക, പെരുമാറുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ഇതാണ് അറഫയുടെ പിന്നാമ്പുറങ്ങളിൽ നമ്മൾ വായിക്കേണ്ട അതിമഹത്തരമായ കാഴ്ച. അറഫയുടെ മഹത്വങ്ങൾ ഞാൻ ചെറിയ സമയം കൊണ്ട് പറയാം. പക്ഷെ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അറഫ പ്രഭാഷണത്തിന് ഇത്രയധികം പ്രാധാന്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുന്നിലേക്ക് ഈ വരുന്ന ബുധനാഴ്ച ദിവസത്തിൽ അറഫ സംഗമിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് പരിശുദ്ധമായ ഹറമുകൾ അറഫയിൽ നിൽക്കുന്നതെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബുധനാഴ്ചയാണ്. അവിടെ ചൊവ്വ ആയതുകൊണ്ട് നമ്മളും ചൊവ്വയാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. അവിടെ മഗ്‌രിബ് നിസ്കരിക്കുന്ന സമയത്തല്ല ഇവിടെ മഗ്‌രിബ് നിസ്കരിക്കുന്നത്. അവിടെ ളുഹ്ർ നിസ്കരിക്കുമ്പോഴല്ല ഇവിടെ ളുഹ്ർ നിസ്കരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, എവിടെയാണോ നിങ്ങളുള്ളതെങ്കിൽ അവിടുത്തെ രീതിയാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫ എന്ന് പറയുന്നത് പരിശുദ്ധമായ ബുധനാഴ്ച ദിവസത്തിലാണ് വരുന്നത്. ആ അറഫ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമു അറഫ, അറഫ ദിവസം വന്നു കഴിഞ്ഞാൽ ഇന്നല്ലാഹ യൻസിലു ഇലസ് സമാഇ ദുനിയ, അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ഫയുബാഹി ബിഹിമുൽ മലായിക ഫയഖൂൽ ഉൻദുറു ഇലാ ഇബാദി അതൗനി ശുഗ്തൻ ഗുബറ. നിങ്ങൾ നോക്കൂ, മലായികത്തിനോട് അഭിമാനത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അറഫയിൽ നിൽക്കുന്ന എൻ്റെ വിശ്വാസികളെ നിങ്ങൾ നോക്കൂ, എൻ്റെ അടിമകളെ നിങ്ങൾ നോക്കൂ. അവരുടെ മുടിയൊക്കെ ആകെ ചിന്നി പിതറിയിട്ടുണ്ട്. അവർ വലിയ വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല. അവർ ഞാനുമായി ബന്ധപ്പെട്ട് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, എന്നോട് അടുക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉഷ്ഹിദുകും അന്നി ഖദ് ഗഫർതു ലഹും, ഞാൻ ഇവർക്കെല്ലാവർക്കും ഇന്നേ ദിവസം പുറത്തു കൊടുത്തിരിക്കുന്നു. അവരെത്ര വലിയ തെറ്റ് ചെയ്തവരാവട്ടെ, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഫതഖൂലുൽ മലായിക, ആ സമയത്ത് മലക്കുകൾ പറയാണ്, യാ റബ്ബി ഫുലാനുൻ കാന യർഹഖു വ ഫുലാനുൻ വ ഫുലാനതുൻ. അല്ലാഹുവേ, ഈ മനുഷ്യൻ വ്യഭിചാരിയാണ്, ഈ മനുഷ്യൻ ധാരാളം തെറ്റുകൾ ചെയ്തു കൂട്ടിയ മനുഷ്യനാണ്. ഇതെല്ലാം പറയുമ്പോഴും അല്ലാഹുവിന്റെ മറുപടി, ലഖദ് ഗഫർതു ലഹും, അവരെന്ത് തെറ്റ് ചെയ്തോട്ടെ അത് മുഴുവനും ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുകയാണ്, ഫമാ മിൻ യൗമിൻ അക്സറ അതീകൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിൽ നരകമോചനം നൽകുന്നത് പോലെ മറ്റൊരു ദിവസത്തിലും നരകമോചനം നൽകൂല. ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇത് അറഫയിൽ സംഗമിച്ച മനുഷ്യർക്ക് മാത്രമായിട്ടുള്ളതാണോ? അഹ്ലു അറഫയ്ക്ക് ഖാസ്സായിട്ടുള്ളതാണോ നബിയെ? അറഫയിൽ വരാത്ത മനുഷ്യർക്ക് ഇത് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, അല്ല, ഇത് എല്ലാ മനുഷ്യർക്കും കിട്ടും.
അറഫ ദിവസത്തെ ആദരിച്ച എല്ലാ മനുഷ്യർക്കും ഈ പ്രത്യേകത കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അറഫ ദിവസം എന്ന് പറയുന്നത് കേവലം നമ്മൾ ഇങ്ങനെ വെറുതെ ഓടിച്ചു വിടേണ്ട ഒരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും മഹത്തരമായ ഒന്നാണ്. സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് ആ അറഫ ദിവസത്തിൽ നോമ്പ് നോൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തന്ന കാര്യവുമാണ്. അറഫയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് അന്ന് നോമ്പ് സുന്നത്തില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് നോമ്പെടുക്കൽ മുഅക്കദായ സുന്നത്താണ് എന്ന് മനസ്സിലാക്കി അന്നേ ദിവസത്തിൽ നമ്മളെല്ലാവരും നോമ്പ് നോൽക്കുക. നമ്മളെല്ലാവരും അതൊരു പതിവാക്കി വെച്ച് ആ ബുധനാഴ്ച ദിവസത്തിൽ നമ്മളും നമ്മുടെ വീട്ടിലുള്ളവരും നോമ്പ് അനുഷ്ഠിക്കുക. ഏതെങ്കിലും നോമ്പുകൾ ഖളാ ആയി പോയ ആളുകളുണ്ടെങ്കിൽ ഒരു നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യാം, അതോടുകൂടി അറഫയുടെ സുന്നത്തായ നോമ്പിനെ അനുഷ്ഠിക്കുകയും ചെയ്യാം. രണ്ട് നിയ്യത്തും ഒരുമിച്ച് വെച്ചാൽ മതിയാകുന്നതാണ്. ആ രൂപത്തിൽ പരിശുദ്ധമായ അറഫ നോമ്പ് അനുഷ്ഠിക്കുക. ആ ദിവസത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ചൊവ്വാഴ്ച മഗ്രിബ് കഴിഞ്ഞ രാത്രി ഏറെ പ്രതിഫലമുള്ള രാത്രിയാണ്. ആ സമയത്ത് ധാരാളം ദിക്റുകൾ ചൊല്ലുക, ധാരാളം തഹ്ലീലുകൾ ചൊല്ലുക, എന്നിട്ട് അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തുക. അറഫ ദിവസത്തിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മുത്തബറക്കാണ്. അതാണ് ചൊവ്വാഴ്ചയുടെ രാത്രി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.